ഹലോ. ആ എത്തിയാൻ പറയും, ഞാൻ പോരാം. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാനും പുരുഷനും കൂടി പോയി നോക്കിയ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അവര് വലിയ വിലയാണല്ലോ പറയണത്. കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടില്ലേ? കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അല്ല, വടക്കാഞ്ചേരിയില്. അത് ഭൂകമ്പുള്ള സ്ഥലല്ലേ? അല്ല പിന്നെ. ഈ അനന്തേട്ടൻ എവിടെ പോയി? ഇവിടെ ഉണ്ടാ പോക്കറ്റില്. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ വരണമെന്ന് തോന്നി. എന്താ തരുന്നത്? ഒന്നുമില്ല. അനന്തൻ അങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് ഒന്നുമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പുക്കുട്ടൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയതെന്താ? അത് പിന്നെ ഞാനൊരു ഫയല് നോക്കി വന്നതാ. പിന്നീടാ മനസ്സിലായത് അത് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ എവിടെ? അവന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മായ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. പർച്ചേസ് നടന്നില്ല, കടവില് തിരക്കായിരുന്നു. മോളെ, എന്തൊരു രുചി! മോളുടെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാം ചേട്ടി ഭയങ്കര ഇഷ്ട. മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്ന മറിയാമ്മ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്താഴത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. എടാ പൂട്ടാ, നീ എവിടെയായിരുന്നോ അത്രയും നേരം? ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നുണ്ടോടാ നീ? ഇതൊക്കെ പോരെ? എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്ന് കയറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴു അടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമായി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്നും വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനല്ലടാ ശബി പറഞ്ഞത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല. എടാ എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? വേണ്ടത്ര ഉത്സാഹം വിടണീ. സിഗരറ്റ് വലിക്കോ? പേന നിന്റെ പോക്കറ്റിൽ ഇരുന്നോട്ടെ. അവന്റെ ഒരു സിഗരറ്റ് വലി. വെറുതെ കിട്ട പിണ്ണാക്ക് നിന്നും തീറ്റ പണ്ടാറം. നല്ല മഴ. അനന്തൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, ആകെ നനഞ്ഞല്ലോ. സാരല്ല. ചായ. അനന്തൻ ഇതുവരെ എണീറ്റില്ലല്ലോ. നല്ല പനിയുണ്ട്. രാത്രി മഴയും കൊണ്ട് ചുറ്റി കറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാ, വെരി സീരിയസ്. അനന്തൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് മായ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോണല്ലേ? ഇല്ല, അതിന് ടാബ്ലറ്റ് വെച്ചാൽ മാറിക്കോളും. ഇതൊരു ശീലാക്കണ്ട കേട്ടാ. വേഗം ഹോസ്പിറ്റലിൽ പോട്ടോ. പിന്നെ അവനെ ഹോസ്പിറ്റലിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ.
ഓ ശരി. അനന്ത, ആ, അനന്ത, ആ, മരുന്ന് കഴിക്കൂ. ആ. ആ. ഉം. തല തോർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല. അതല്ലേ പനി പിടിച്ചത്? സാരമില്ല, അത് മാറിക്കോളും. വായിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഒരിക്കലുമല്ല. തുറന്ന് സംസാരിക്കാൻ ഒരവസരത്തിന് വേണ്ടി ഞാൻ കൊതിക്കായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അമ്മ എന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അമ്മയുടെ ആ സാമീപ്യം മാത്രം മതിയായിരുന്നു എന്റെ അസുഖം മുഴുവൻ മാറാൻ. അമ്മയുടെ പൊന്നാര മോനാണെന്ന് എനിക്ക് അന്നേ തോന്നി. ഉം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെന്താ ചോദിക്കായിരുന്നത്? ഇഷ്ടപ്പെടില്ല എന്ന് കരുതി. ഉം. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തു പറയാനാ? ചെറുപ്പകാലത്ത് എന്റെ അമ്മ മരിച്ചു. അച്ഛന്റെ സ്വഭാവമാണെങ്കിൽ തീരെ ശരിയല്ലായിരുന്നു. നാണക്കേട് കാരണം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. തികച്ചു ഏകാന്തതയായിരുന്നു അന്നൊക്കെ. അച്ഛനോട് ഇപ്പോഴും എനിക്ക് വെറുപ്പാ. സോറി, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് വേദനിപ്പിച്ചു അല്ലേ? ഏയ്, കുറച്ചു ദിവസമായി ഞാൻ ആകെ ടെൻഷനില്ല. ഉള്ളു തുറന്ന് സ്നേഹിച്ച കൂട്ടുകാരൻ പോലും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പക്കുട്ടന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുക. എനിക്കിപ്പോ ആരുമില്ല. ഉണ്ട്, ഞാനുണ്ട്. അതെ, ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം തന്നെ അനന്തിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോ എനിക്കറിയാമായിരുന്നു തിരിച്ചു വിളിക്കുമെന്ന്. ആ മനസ്സ് അതിനകം ഞാൻ പഠിച്ചിരുന്നു. മായയെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയണമെന്നില്ല. പക്ഷേ മായ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായിരുന്നു. മായ, എന്തോ അച്ഛ ചായ. നിന്റെ ഈ മുഖം കാണുമ്പോ അച്ഛന് വല്ലാതെ ദുഃഖം തോന്നുന്നു മോളെ. എവിടെ പോയി നിന്റെ ആ പഴയ കളിയും ചിരിയൊക്കെ? എന്റെ വിവാഹത്തോടെ അതിന് അവസാനിച്ചില്ലേ അച്ഛാ? പെങ്ങളും അളിയനും മരിക്കുമ്പോ അവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. മോക്കറിയാലോ, അച്ഛൻ സുഖമില്ലാത്ത ഒരാളാണ്. എന്റെ കാലശേഷം എല്ലാം നോക്കി നടത്താനുള്ളത് മഹേന്ദ്രനാണ്. മോള് വിചാരിച്ച അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും. സർ, ബാംഗ്ലൂരിൽ നിന്ന് ഓർഡറുകളുടെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, എന്താണ് ഇതിന്റെ രഹസ്യം? സർ, ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരുന്ന ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ആ, നാളെ നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് ടൂർ ചെയ്യേണ്ടി വരും. അയ്യോ സർ, അമ്മ വീട്ടിൽ തനിച്ച. അതിനെന്താ, ഇതൊരു ബിസിനസ് ടൂർ അല്ലേ? അനുവാദമില്ലാതെ ഇവിടെ കടന്നു വരാൻ ആരാ പറഞ്ഞത്? ഇവിടെ കടന്നു വരാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മഹേന്ദ്രന് തോന്നിയാസം നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഇതൊരു ഓഫീസാണ്. എന്താ ഇപ്പം കൂടെ വന്നത്? ഓഫീസിലെ പെണ്ണുമായിട്ട് എവിടെയെങ്കിലും പോകാൻ പാടില്ലായിരുന്നോ? ഓടി, നീ ആരാ ചോദിക്കാൻ? നീയും നിന്റെ തന്നെയും വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ദേ, നിന്നെ കെട്ടിയ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനൊന്നുമില്ല. വേണ്ട, ഇറങ്ങിപ്പോയിക്കോ. എനിക്ക് മതിയായി. അങ്ങനെ ഇറങ്ങിപ്പോകുന്നവനല്ല ഈ മഹേന്ദ്രൻ. നീ മാത്രമല്ല എന്റെ ലക്ഷ്യം. മായയെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അവൾ കൂടി എനിക്ക് അവകാശപ്പെട്ടതാ. ഇക്കണ്ട സ്വത്തെല്ലാം എന്റെ പേരിൽ തന്നെ വന്നു ചേരണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ മഹേന്ദ്രൻ പഠിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ. ഇനി ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചാൽ തിരിച്ചു വരൂ.
എനിക്കെന്റെ മകളാണ് നഷ്ടമായത്. ഞാനതെങ്ങനെ മറക്കും? എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരാണ് എന്നെ വഴിതെറ്റിച്ചത്. മീരയെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മീര ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മായെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കൂ. ഇനി ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. അങ്കിൾ, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കൊന്ന് പുറത്തു പോകാം. വരൂ, ബിസിനസിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ പ്ലീസ്. ഇതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വന്ന് അങ്കിളുമായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ശരിയാണ്, മീരയുടെ മരണശേഷം പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല. എന്തോ ബിസിനസ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞല്ലോ. എന്താ അത്? മീരയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അങ്കിളിനോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ അങ്കിളിന് ബുദ്ധിമുട്ടാകും. അത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എത്രയും പെട്ടെന്ന് മായമോളെ നല്ലൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അങ്കിൾ ബുദ്ധിമുട്ടണ്ട. മായയെ ഞാൻ വിവാഹം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഞാൻ ലാളിച്ചു വളർത്തിയ മീരമോൾക്ക് ഒരു ദിവസം പോലും നീ സമാധാനം കൊടുത്തിട്ടില്ല. ഇനി മായമോളെ കൂടി. മായയ്ക്ക് വേണ്ടിയല്ലോ ഞാൻ മീര ഒഴിവാക്കിയത്. യോഹി, നീ എന്റെ മകളെ കൊന്നതാണല്ലേ? അങ്കിൾ വെറുതെ ടെൻഷൻ ആകാതെ. പ്രഷർ കൂടും. ഞാൻ പറയുന്നതൊന്നും അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. മായ നമുക്ക് വേറൊരാൾക്ക് എത്തിച്ചെടുക്കാം. പക്ഷേ അങ്കിളിന്റെ പേരിലെ മുഴുവൻ സ്വത്തും ഈ മഹേന്ദ്രന്റെ വേണം. ഒന്നൊപ്പിട്ടെ. ഇല്ല, തരില്ല. നീ എന്നെ ചീറ്റ് ചെയ്യാണല്ലേ? അതൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞാൻ പറയുന്നത് എന്തും അവർ ചെയ്യും. ഇനി നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. കോടിക്കണക്കിന് വിലയുള്ള ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാ. നിന്റെ സൗന്ദര്യം കൊതിതീരുവോളം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വാ. ഓടി. ഒന്നും എനിക്കറിയില്ലായിരുന്നു. മായയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മനപ്പൊന്നുമായിരുന്നില്ല. സാരമില്ല. അപരിചിതയായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൽ കവിഞ്ഞൊന്നും അനുഭവം എന്നോട് കാണിച്ചിട്ടില്ല. ഇനി മായ ആരും പേടിക്കണ്ട. ഞാനുണ്ടാവും മായക്കെന്നും. അനന്തൻ എവിടെ? അകത്തുണ്ട്. അനന്തൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ അനന്തനോടൊന്നും മിണ്ടാത്ത എന്താ? അനന്തന് ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ച അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത്? മായ അനന്തനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റിംഗ് എഴുതാ. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാ നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിപരമായ കാര്യം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് മുതലാണ് കരുതിക്കോ. എടാ, ഒരു സുപ്രഭാതത്തിൽ കുറച്ച് കാശുണ്ടായെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കല്ലേ? ഒക്കെ ദൈവം തന്നതാ, അത് മറക്കണ്ട. എന്ത് ദൈവം? ഞാനും കൂടി കഷ്ടപ്പെട്ട തന്നെയാ. പിന്നെ ഒരു കാര്യം, എന്നെ ഒഴിവാക്കിയിട്ടെല്ലാം സ്വന്തമാക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഇവിടെ ആരും കരുതിയിട്ടുമില്ല. ഒന്ന് നിർത്തൂ. ഇത്ര വേഗം നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ എന്താണ് കാരണം? ഞാനാണ് കാരണമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും എങ്ങോട്ടും പോണ്ട.